ഹേ ഫ്രണ്ട്സ്, ന്യൂ ഇയർ അടിച്ചു പൊളിക്കാൻ കൊച്ചിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ അവിടേക്ക് ഒറ്റയ്ക്ക് പോകാൻ മടിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ. പിന്നെയാണ് റിൻസിൻ്റെ ഒക്കെ കൂടെ പോകാമെന്ന് കരുതിയത്. അങ്ങനെ ഫസ്റ്റ് എന്തായാലും അവർ വീട്ടിലേക്ക് പോകണം. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ എന്ന് പറഞ്ഞാൽ 10-11 മണി ആയിട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ എത്തിയപ്പോഴേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അവൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇന്ന് ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തു പോകുന്ന ടൈമിൽ അവർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അവരെ ഒന്ന് കണ്ടു. മാളൂട്ടി സതീഷ് മാസ്റ്റർ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ പപ്പീൻ്റെ അടുത്തായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പുൽക്കോടും ക്രിസ്മസ് ട്രീ ഒക്കെ കാണുമായിരുന്നു. അങ്ങനെ പപ്പീൻ്റെ അടുത്ത് കുറച്ച് നേരം കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാവരോടും ബായൊക്കെ പറഞ്ഞ് ഇറങ്ങി. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് ഫോട്ടോച്ചിയിൽ തന്നെ പോവാന്ന് കരുതി. അങ്ങനെ ഫോട്ടോച്ചിയിൽ പോകുന്ന വഴി റോഡ് ഫുൾ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രി ആകുമ്പോൾ ഈ ഒരു സ്ഥലം ഭയങ്കര രസമായിരിക്കും കേട്ടോ. ഈ ട്രീയിലാണ് ലൈറ്റ് ഒക്കെ കത്തിക്കാൻ പോകുന്നത്. ഈ പപ്പാനീനെയാണ് ന്യൂ ഇയറിന് കത്തിക്കാൻ പോകുന്നത്. ലൈറ്റ് കത്തിക്കാൻ പോകുന്ന ടൈം ആകുമ്പോഴേക്കും ഇവിടെ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ. ഫുൾ ക്രൗഡ് ആയിരുന്നു. ഞങ്ങൾ ചുമ്മാ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാന്ന് കരുതി. മാളൂട്ടി ആണെങ്കിൽ അവിടെയുള്ള പോസ്റ്റേഴ്സിലൊക്കെ പോയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് അബ്ബനെയും കൊണ്ടുപോയി നിർത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ വെയിലായതുകൊണ്ട് അധികം നേരം നിന്ന് കറങ്ങാതെ പെട്ടെന്ന് തന്നെ തിരിച്ച് വണ്ടി കയറി. ഇനി ഫുഡ് കഴിക്കാൻ നല്ലൊരു സ്പോട്ട് തപ്പി കണ്ടുപിടിക്കണം. പിന്നെ ഫോട്ടോച്ചിയിൽ കൂടെ പോകുന്നത് അതുകൊണ്ട് എനിക്ക് ബോറടിക്കില്ല കേട്ടോ. കാരണം ഇവിടുത്തെ ഒരു വൈബും ഈ പോകുന്ന സമയത്ത് കാണുന്ന സ്ഥലങ്ങളൊക്കെ ഭയങ്കര രസമാണ്. എല്ലാ റെസ്റ്റോറൻറ്റും നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് മാളൂസിന്റെ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫ്രോക്കൊക്കെ ഇട്ട് സെറ്റാക്കി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഫൈനലി ഞങ്ങൾ ബീച്ചിന്റെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അതിൻ്റെ ഉള്ളിൽ കയറിയ സമയത്താണെങ്കിൽ ഉള്ളിൽ ഒരു ട്രീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. അപ്പോൾ പിന്നെ അവിടുന്ന് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. മാളൂട്ടിയാണെങ്കിൽ മെനു കാർഡൊക്കെ എടുത്തിട്ട് അവള് കഷ്ടപ്പെട്ട് വായിച്ച് കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയുള്ളത് എന്നൊക്കെ. ഞാനാണെങ്കിൽ ആ പിങ്ക് ട്രീ ഏതൊക്കെ ആംഗിളിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റും ആ ആംഗിളിൽ നിന്നൊക്കെ വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ മോമോസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു 2 ടൈപ്പ്. പിന്നെ അതുപോലെ മന്തിയും അല്ല ബിരിയാണിയും അല്ലാത്തൊരു വെറൈറ്റി സംഭവം അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം മാളൂട്ടിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു കുനാഫ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുനാഫയും കഴിച്ച് സെറ്റായി. ഞങ്ങൾ പുറത്തിറങ്ങിയ സമയത്ത് മാളൂട്ടി പിന്നെയും പോയിട്ട് ജീരകം എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മധുരമുള്ള ഞങ്ങൾ കാണുന്നില്ല എന്നാണ് ആളുടെ വിചാരം. പക്ഷെ ഞങ്ങളത് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. അപ്പോൾ ബീച്ചിന്റെ തൊട്ടടുത്ത് തന്നെയാണല്ലോ വന്നത്. അതുകൊണ്ട് ബീച്ചിലും കൂടെ ഒന്ന് പോയി നോക്കാന്ന് കരുതിയിട്ട് ചുമ്മാ അവിടെ ബീച്ചിന്റെ അടുത്തൊക്കെ പോയി നിന്ന് കുറച്ച് നേരം. മാളൂട്ടി എന്തൊക്കെയോ കപ്പലൊക്കെ പോകുന്ന കണ്ടിട്ട് എനിക്ക് കാണിച്ചിരുന്നുണ്ടായിരുന്നു. ഫോട്ടോച്ചിൽ ഒരുപാട് നല്ല ലൊക്കേഷൻസ് ഉള്ളതുകൊണ്ട് വീഡിയോസും ഫോട്ടോസും എടുക്കാനായിട്ട് തന്നെയാണ് ഞാനിന്ന് ഇങ്ങോട്ട് വന്നത്. അതിന്റെ ഇടയിൽ ഇവിടെ ഒരാൾ രാജുബായി ആവാൻ നോക്കുന്നുണ്ടായിരുന്നു. ആ കോല് വായിൽ കുടുങ്ങാത്ത ഭാഗ്യം. പിന്നെ ഞങ്ങൾ സെറിക്കാക്കിന്റെ വീട്ടിൽ പോയി. അവിടെയാണെങ്കിൽ ചെന്നപ്പോൾ തന്നെ ഒരു കുഞ്ഞി പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. അതിനെടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു. മാളൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി അത്. പിന്നെ മീനിനെ കണ്ടിട്ട് കുറെ നേരം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആ വലിയ ഫിഷ് ചെറിയതിനെ കഴിക്കുന്നതൊക്കെ കണ്ടിട്ട് മാളൂട്ടി അന്തം വിട്ട് നോക്കിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു കണ്ണട വെച്ചപ്പോൾ അത് വെച്ചിട്ട് കുറെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ ചുമ്മാ. പിന്നെ ഞങ്ങൾ പോയത് ട്രീ ലൈറ്റ് എത്തിക്കുന്ന കാണാനാണ്. അപ്പൊ അത് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.